റഹീസിലേക്ക് ഒന്നുകൂടി പോകുന്നു. റഹീസ്, ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഖത്തറും UAEയും ഒഫീഷ്യലി സ്ഥിരീകരിക്കുന്നുണ്ട്. സ്ഥിരീകരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മിസൈലുകളെ പൂർണ്ണമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറം ബാക്കി GCC രാജ്യങ്ങളുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ എല്ലാ സ്ഥലങ്ങളും ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും വലിയ തോതിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട്. റഹീസ്, എന്താണ് ആക്ച്വൽ അവസ്ഥ? ഹാഷ്മി, സത്യത്തിൽ ഈ മേഖലകളിൽ ഒന്നാകെ, ഈ രാജ്യങ്ങളിൽ ഒന്നാകെ ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഓരോ ബേസിലേക്കും കൃത്യമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് നേരത്തെ മുൻകൂട്ടി ടാർഗറ്റ് ചെയ്ത ഏരിയകളിലേക്ക് തന്നെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. അതിനിടയിലാണ് അബുദാബി ഈ ഒരു ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കുന്നത്. വളരെ ഒരു നിർണായക ഘട്ടത്തിൽ കൂടിയാണ്. കാരണം ആക്രമണ പരമ്പര തുടരുകയും അതിലൊരാൾ മരിച്ചു എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് അബുദാബി ഈ ആക്രമണം സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു കർശന മുന്നറിയിപ്പ് അബുദാബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം, തുറന്ന സ്ഥലത്ത് നിൽക്കരുത്, ജനലുകൾക്കും വാതിലുകൾക്കും അരികിൽ നിന്ന് മാറി നിൽക്കണം എന്ന തരത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അബുദാബിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് കാര്യങ്ങൾ കുറച്ചുകൂടി രൂക്ഷമാക്കുകയാണ്. കാരണം ഗുരുതരമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് ഈ ഘട്ടത്തിൽ അബുദാബി സമ്മതിക്കുക കൂടി ചെയ്തിരിക്കുന്നത്. ആകെ ഒന്നാകെ UAE തങ്ങൾ ഈ ആക്രമണങ്ങളെയൊക്കെയും പ്രതിരോധിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശാന്തമാണ്, സ്ഥിതിഗതികളൊക്കെയും നിയന്ത്രണ വിധേയമാണ് എന്നൊക്കെ UAE അവകാശപ്പെടുന്നുണ്ട്. അല്പസമയം മുമ്പാണ് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വന്നത്. അതിലൊരു ഒറ്റവരി വാർത്താക്കുറിപ്പ് തന്നെയാണ്. അതിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഉള്ളത്. പക്ഷെ അപ്പോഴും അബുദാബിയിൽ നൽകുന്ന മുന്നറിയിപ്പ് അത് വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് അവിടെ നിന്നും ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ, കാരണം അത് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഒരാളുടെ മൃതദേഹം കണ്ടെത്തി എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അബുദാബി അതോറിറ്റികൾ ഒന്നും തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആ പ്രദേശത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അത് വലിയ തോതിലേക്ക് അതിന്റെ ഒരു അപകടത്തിന്റെ ഗ്രാവിറ്റി മാറിയേക്കാം എന്നുള്ള സൂചന കൂടി നിലനിൽക്കുകയാണ്. അബുദാബി തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി സമ്മതിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. പ്രത്യേകിച്ച് UAE നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ മണ്ണോ തങ്ങളുടെ ആകാശമോ ഒന്നും തന്നെ ഒരു തരത്തിലും ആക്രമണത്തിന് വിട്ടു നൽകില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്ത് അമേരിക്കയെ അറിയിച്ചിരുന്നത്. പക്ഷേ അതൊക്കെയും നിലവിൽ ഈ ഘട്ടത്തിൽ അതിനൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടായതായി മനസ്സിലാകുന്നില്ല. മറിച്ച് ഈ ഖത്തറിൽ നിന്നും കുവൈറ്റിൽ നിന്നുമൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ അബുദാബിയിൽ മരിച്ചത് ഒരു ഏഷ്യൻ സ്വദേശിയാണ് എന്നുള്ള വിവരം അതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. മറിച്ച് ഈ ഖത്തറും കുവൈറ്റും ഒക്കെ ബഹ്റൈനും ഒക്കെ നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് സ്ഫോടന പരമ്പരകൾ തന്നെ ഉണ്ടാകുന്നു. പക്ഷെ ഇതെല്ലാം നിർവീര്യമാക്കി, ആക്രമണങ്ങളൊക്കെ നിർവീര്യമാക്കി തങ്ങൾക്ക് നിലവിൽ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും നിർവീര്യമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആളുകളെ ബാധിക്കുന്ന തരത്തിലേക്ക്, ആളപായം ഉണ്ടാകുന്ന തരത്തിലേക്ക് അപകടം ഉണ്ടായിട്ടില്ല എന്ന് ഈ രാജ്യങ്ങളൊക്കെയും ആവർത്തിച്ചു പറയുമ്പോഴും എത്ര സമയത്തേക്ക് ഈ തുടർച്ചയായ ആക്രമണം നീണ്ടു നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉറ്റുനോക്കുന്നതും. എത്ര സമയം, കഴിഞ്ഞ 2-3 മണിക്കൂറായി തുടർച്ചയായ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ. ഇടയ്ക്ക് ഖത്തറിൽ ഒരു ശാന്തി തുടർച്ചയായ സ്ഫോടനങ്ങൾക്കൊടുവിൽ ഒരു നിശബ്ദത കേട്ടു എന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും ഖത്തറിലും തുടങ്ങിയിരിക്കുന്നത് കേൾക്കുന്നു. ഇറാനിലെ ആക്രമണത്തെ ഇന്ത്യയിലെ ഇറാൻ എംബസി അപലപിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് പറയാനാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളുടെ നഗ്നമായ വ്യക്തമായ ലംഘനമാണ്. ജനങ്ങളുടെ സംരക്ഷണവും ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധം എന്നാണ് ഇന്ത്യയിലെ ഇറാൻ എംബസി പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.